24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് കലാപത്തിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ. 2024 നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്താൻ ഉത്തരവിട്ടതിലൂടെ ഷെയ്ഖ് ഹസീന മനുഷ്യത്വത്തിനെതിരെ കുറ്റകൃത്യങ്ങൾ ചെയ്തെന്ന് കണ്ടെത്തിയാണ് ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ വിധി. വിധി പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമെന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പ്രതികരണം. 1400 പേർ കൊല്ലപ്പെട്ട വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിലും കൊലപാതകങ്ങളിലും ഹസീനയ്ക്ക് പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ചാണ് ട്രിബ്യൂണൽ വധശിക്ഷ വിധിച്ചത്. ധാക്കയിൽ പ്രതിഷേധക്കാരെ കൂട്ടക്കൊല ചെയ്യാൻ ഗൂഢാലോചന നടത്തുക, സാധാരണക്കാർക്കെതിരെ വെടിവെക്കാൻ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിക്കാൻ ഉത്തരവിടുക, വിദ്യാർത്ഥി പ്രവർത്തകൻ അബു സയ്യിദിനെ കൊലപ്പെടുത്തുക, തെളിവുകൾ നശിപ്പിക്കാനായി അശ്വലിയിൽ മൃതദേഹങ്ങൾ കത്തിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഹസീനയ്ക്കും കൂട്ടുപ്രതികൾക്കുമെതിരെ ചുമത്തിയിരുന്നത്. പ്രക്ഷോഭങ്ങൾക്കിടെ നടന്ന കൊലപാതകങ്ങളുടെ സൂത്രധാരനും പ്രധാന ശില്പിയുമാണ് ഹസീനയെന്നും ട്രിബ്യൂണൽ വിധിച്ചു. മുൻ ആഭ്യന്തരമന്ത്രിയും ട്രിബ്യൂണൽ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഹസീനയും ആഭ്യന്തരമന്ത്രി കമലും ഒളിച്ചോടിയവരായി കണക്കാക്കിയായിരുന്നു വിചാരണ. ഒളിച്ചോടിയത് കുറ്റം സമ്മതിക്കുന്നതിന് തുല്യമാണെന്ന് ട്രിബ്യൂണൽ നിരീക്ഷിച്ചു. സ്ഥാനമൊഴിഞ്ഞ ശേഷം ഇന്ത്യയിലേക്കാണ് ഷെയ്ഖ് ഹസീന അഭയം തേടിയത്. വിധി പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ഹസീന പ്രതികരിച്ചു. ഹസീനയെ കുറ്റക്കാരിയായി പ്രഖ്യാപിച്ചതിനും വധശിക്ഷ വിധിച്ചതിനും പിന്നാലെ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി. വിധിക്ക് പിന്നാലെ അവാമി ലീഗ് രാജ്യത്തുടനീളം പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അക്രമ സംഭവങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കണ്ടാലുടൻ വെടിവെക്കാൻ ധാക്ക പോലീസ് മേധാവി ഉത്തരവിട്ടിരുന്നു. പ്രധാനമന്ത്രി ഹസീനയെ തിരിച്ചയക്കണമെന്ന് നിലവിലെ ഇടക്കാല സർക്കാർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 24 ഡൽഹി. കണ്ണൂർ ഏറ്റുകുടുക്കയിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിഷേധമാളുന്നു. ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നില്ലെന്ന ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് തള്ളി കുടുംബം രംഗത്തെത്തി. ജോലിയിൽ നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട അനീഷ് ജോർജ് 2 തവണ ജില്ലാ കളക്ടറെ കണ്ടെന്നും പരാതി മുഖവിലക്കെടുത്തില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. 78% ജോലിയും അനീഷ് ജോർജ് പൂർത്തിയാക്കിയിരുന്നുവെന്നും പരാതികളൊന്നും ഉണ്ടായില്ല എന്നുമാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. പയ്യന്നൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 18 ബൂത്ത് ലെവൽ ഓഫീസറായ അനീഷ് ജോർജിനെ ഇന്നലെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. SIR എന്യൂമറേഷൻ ഫോമുകളിൽ 22% ജോലി മാത്രമായിരുന്നു അനീഷിന് തീർക്കാനുണ്ടായിരുന്നതെന്നാണ് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിലുള്ളത്. ഇന്നലെ രാവിലെ ബൂത്ത് ലെവൽ സൂപ്പർവൈസർ അനീഷ് ജോർജിനെ ഫോണിൽ ബന്ധപ്പെടുകയും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. എന്നാൽ ഇനി 50 ഫോമുകൾ മാത്രമേ വിതരണം ചെയ്യാൻ ബാക്കിയുള്ളൂ എന്നും അത് തനിച്ച് ചെയ്തോളാമെന്നുമായിരുന്നു മറുപടി. ജോലിയുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം ഉണ്ടായിരുന്നില്ലെന്നും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിൽ പറയുന്നു. ജില്ലാ കളക്ടറുടെ വാദം അനീഷിന്റെ കുടുംബം തള്ളി. എത്രയോ ദിവസങ്ങളായിട്ട് അന്വേഷണം ഉറക്കമില്ല, ഭക്ഷണം കഴിക്കലില്ല. അപ്പോൾ ഈ വർക്ക് തീർക്കണം എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് അനീഷ് ഇങ്ങനെ ഇതൊന്നുമില്ലാതെ വീട്ടിലെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. എല്ലാ തരത്തിലുള്ള സമ്മർദ്ദങ്ങളും വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമ്മർദ്ദങ്ങളും ഉണ്ട്, രാഷ്ട്രീയ സമ്മർദ്ദം എല്ലാം ഉണ്ട്. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ഏറ്റുകുടുക്കയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് ലൂർദ് മാതാ മലങ്കര കത്തോലിക്ക പള്ളിയിലാണ് അനീഷ് ജോർജിന്റെ മൃതദേഹം സംസ്കരിച്ചത്. 24 കണ്ണൂർ. കണ്ണൂർ കാങ്കോൽ ഏറ്റുകുടുക്കയിൽ BLO അനീഷ് ജോർജ് ജീവനൊടുക്കിയത് CPIM ഭീഷണിയെ തുടർന്നെന്ന് ശബ്ദ സംഭാഷണങ്ങൾ പുറത്തുവിട്ട് കോൺഗ്രസ് ആരോപണം. കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റ് വൈശാഖും അനീഷ് ജോർജും തമ്മിലുള്ള ശബ്ദ സംഭാഷണമാണ് കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്തുവിട്ടത്. തനിക്ക് സമ്മർദ്ദമുണ്ടെന്ന ഈ സംഭാഷണത്തിൽ അനീഷ് ജോർജ് പറയുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് പകരം CPIM ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഫോം വിതരണത്തിനായി അനീഷിനൊപ്പം പോയതെന്ന് DCC പ്രസിഡന്റ് ആരോപിച്ചു. ആ ശബ്ദ സംഭാഷണങ്ങളിലേക്ക്. ഈ പറയുന്ന അനീഷ് ജോർജ് ആത്മഹത്യ ചെയ്യാൻ ഈ BLO എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ജോലി ഭാരമാണോ മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് ജോലി ഭാരം മാത്രമല്ല, ജോലി ഭാരം BLOമാർക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, കേരളത്തിലെ മൊത്തം എല്ലാവർക്കും ജോലി ഭാരം. പക്ഷെ ജോലി ഭാരത്തോടൊപ്പം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്ന കാര്യം. CPMകാർ BLOമാരെ സ്വാധീനിച്ചുകൊണ്ട് കള്ള വോട്ടുകൾ നിർബാധമായി കള്ള വോട്ടുകൾ ചേർക്കുന്നുണ്ട്. അതിന് സാഹചര്യം ഒരുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിൽ ഈ പറയുന്ന BLOനെ CPMകാർ ഭീഷണിപ്പെടുത്തി. ഭയങ്കര പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ അതുകൊണ്ട് ഇന്ന് എന്താട്ടാ
ആ അത് ഏർപ്പാക്കുന്നുണ്ട്, ഭയങ്കര പ്രശ്നമുണ്ട്. അവര് തടയുന്നെല്ലാം പറയുന്നുണ്ട്. പിന്നെ പറയാ അതാ നീ അത് ഒരു ഇതാക്കണ്ട, ഇത് നമ്മളൊന്നും നടക്കണ്ടേ. പക്ഷെ അവര് എന്തെല്ലോ പറയുന്നുണ്ട്. പിന്നെ പറയാം, കഴിയട്ടെ, നേരിട്ട് പറയാം. അനീഷ് ജോർജ് ജീവനൊടുക്കിയതിനു പിന്നാലെ SIR ജോലി സമ്മർദ്ദം വെളിപ്പെടുത്തി BLOമാർ രംഗത്ത്. ജോലി സമ്മർദ്ദത്തിന് തെളിവായി ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയ കാരണം കാണിക്കൽ നോട്ടീസും പുറത്തുവന്നു. അനീഷ് ജോർജിന്റെ മരണവും BLOമാരുടെ ജോലി സമ്മർദ്ദവും ഉയർത്തി ഇന്ന് ഭരണ പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങൾ നടത്തി. BLOയുടെ മരണത്തിൽ കോൺഗ്രസ് CPIM വാക്പോരും തുടരുകയാണ്. ഒന്ന് യൂറിനേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഇല്ല. ഞങ്ങൾ പെൺകുട്ടികൾ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും ഒരുപാട് ഫിനോമിനയുണ്ട്. ഇതൊന്നും അഡ്രസ് ചെയ്യപ്പെടാതെ നിങ്ങൾ പറയുന്ന പണി മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 2 ജോലിയും കൂടെ ചെയ്ത് ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ചെയ്തിട്ട് പോലും ഞങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല. നേരിടുന്ന ജോലി സമ്മർദ്ദം പലവിധമെന്ന് ഇങ്ങനെ BLO ജോലിക്കായി നിയമിക്കപ്പെട്ടവർ വെളിപ്പെടുത്തുകയാണ്. SIR എന്യൂമറേഷൻ ഫോം വിതരണം കൃത്യമായി നടപ്പാക്കിയില്ലെന്നാരോപിച്ച് പലയിടത്തും BLOമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും ലഭിച്ചു. അനീഷ് ജോർജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ മാർച്ച് നടത്തി. ഇതിനിടെ അനീഷ് ജോർജിന്റെ മരണത്തിൽ CPIM-നെതിരെ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ആരോപണം BJPയെ സഹായിക്കാനാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പയ്യന്നൂരിൽ നടന്ന BLOയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. അതിൽ CPM പ്രവർത്തകരുടെ പങ്കുകൂടി ഉണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. ഈ അസംബന്ധം പറയുന്നതിന് ഒരു അതിരില്ലല്ലോ, അതാണ് ഇതിനുള്ള മറുപടി. SIR നടപടികൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കോൺഗ്രസും വ്യക്തമാക്കി. 24 കണ്ണൂർ. SIR-മായി ബന്ധപ്പെട്ട് ജോലി സമ്മർദ്ദം വ്യക്തമാക്കുന്ന BLOമാരുടെ കൂടുതൽ വാട്സ്ആപ്പ് ചാറ്റുകൾ പുറത്ത്. ജോലി തെറിപ്പിക്കുമെന്ന് മേലുദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്നും BLOമാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ സന്ദേശത്തിൽ പറയുന്നു. സമാനതകളില്ലാത്ത അടിമപ്പണിയാണ് ചെയ്യുന്നതെന്നും കമ്മീഷൻ പെരുമാറുന്നത് നിഷ്ഠൂരമായെന്നും വാട്സ്ആപ്പ് ചാറ്റിലുണ്ട്. ഫസ്റ്റ് ഓൺ 24 വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലനാണ് ചേരുന്നത്. മിഥില, ഒരേ സമയം 2 ജോലികൾ ചെയ്യേണ്ടതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്, ഇതിനപ്പുറമായി ഇത്തരത്തിലൊരു ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പല പ്രായോഗിക പ്രശ്നങ്ങളും ഇതിപ്പോൾ കൂടുതൽ പേർ കാര്യങ്ങൾ വ്യക്തമാക്കി മുന്നോട്ട് വരുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്താണ്? സൂചിപ്പിച്ചതുപോലെ തന്നെ BLOമാർ എത്രത്തോളം മാനസിക സംഘർഷത്തിലൂടെയാണ്, എത്രത്തോളം പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് വ്യക്തമാക്കുന്ന വാട്സപ്പ് ചാറ്റുകൾ, BLOമാരുടെ ഗ്രൂപ്പിലുള്ള വാട്സപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ 24 പുറത്തുവിടുന്നത്. ആ ഓരോ വാട്സപ്പ് ചാറ്റിലുമുണ്ട് എത്രത്തോളം അവർ ബുദ്ധിമുട്ടിയാണ് ഈ ജോലി ചെയ്യുന്നത്. ദിവസങ്ങളോളം ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നിവർ പറയുന്നു. മാത്രമല്ല, സമാനതകളില്ലാത്ത അതിഭീകരമായ അടിമപ്പണിയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പറയുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ചാട്ടയടി ഭയന്ന് അടിമകൾ ഈജിപ്തിലെ പിരമിഡുകൾ പൂർത്തിയാക്കിയെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം 1950 എന്ന ചാട്ട കാണിച്ച് ജോലി തെറിപ്പിക്കുമെന്ന് മേലുദ്യോഗസ്ഥന്മാർ ഭീഷണിപ്പെടുത്തുന്നു. നിഷ്ഠൂരമായിട്ടാണ് ഇത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറുന്നത്. ഇത് പരാതിയുമായി ബന്ധപ്പെട്ട് ഇത് പരിഹരിക്കണം എന്നോ മറ്റോ ഇലക്ഷൻ വിങ്ങിന് യാതൊരു താല്പര്യവുമില്ല. അവർ ഇത് ശ്രദ്ധിക്കുന്നില്ല. മറ്റൊരു കാര്യം പറയുന്നത്, എത്രത്തോളം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രത്തോളം ഭക്ഷണം പോലും കഴിക്കാതെ വീടാന്തരം കയറി ഇറങ്ങുകയാണ്. ഒരു നിവൃത്തിയുമില്ലാതെയാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നത്. ഭയന്നാണ് ഈ പുറത്തിറങ്ങി ഫീൽഡിൽ പണിയെടുക്കുന്നത് എന്ന് പോലും അവർ പറയുകയുണ്ടായി. നമ്മൾ ഇന്ന് കേട്ടതാണ് ഒരുപാട് BLOമാരുടെ വാക്കുകൾ. അവർ അനുഭവിക്കുന്ന ഒരു ദുരിതമെല്ലാം നമ്മൾ ഇന്ന് കേട്ടതാണ്. അത് ഒന്നുകൂടി ആ ഒരു ദുരിതം അല്ലെങ്കിൽ ആ ഒരു പ്രയാസം എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ വാട്സപ്പ് ചാറ്റുകൾ. ക്രിസ്റ്റീന. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. കൂടുതൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അവരുടെ കഷ്ടപ്പാടുകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ വ്യക്തമാക്കി മുന്നോട്ട് വരികയാണ്. ഹ്യൂമനോയിഡുകളല്ല, റോബോട്ടുകളുമല്ല, സാധാരണ മനുഷ്യരാണ്, ചിന്താശേഷിയുള്ള മനുഷ്യരാണ്, സാധാരണ കേപ്പബിലിറ്റിയുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിക്ക് പരിധിയുണ്ട്, അവർക്ക് തീർക്കാൻ പറ്റുന്ന സമയപരിധിയുണ്ട്. ഇക്കാര്യത്തിലൊക്കെ അനുഭാവപൂർണ്ണമായ പ്രവർത്തനം, നടപടികൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആദ്യമായി മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന്.
ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തെളിവ് ശേഖരണം ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുത്തു. ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് ശേഷം തിരികെ എത്തിച്ചത് പഴയ പാളികൾ തന്നെയാണോ, സ്വർണ്ണത്തിൽ എത്ര കുറവ് വന്നു എന്നീ കാര്യങ്ങളാണ് SIT പരിശോധിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ശാസ്ത്രീയ പരിശോധനയാണ് ഇന്ന് സന്നിധാനത്ത് നടന്നത്. ഉച്ചയ്ക്ക് 1 മണിയോടെ SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള SIT സംഘം ശ്രീകോവിലെത്തി. ശ്രീകോവിലിന്റെ 3 വശങ്ങളിലെ തൂണുകളിലെ സ്വർണ്ണപ്പാളികളാണ് ആദ്യം അഴിച്ചു പരിശോധിച്ചത്. തുടർന്ന് കട്ടിളയിലെ സ്വർണ്ണപ്പാളികളും ദ്വാരപാലക ശില്പത്തിലെ പീഠവും പരിശോധനയ്ക്കായി ശേഖരിച്ചു. സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും ഗുണനിലവാരവുമാണ് പരിശോധിക്കുന്നത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ അതേ സ്വർണ്ണപ്പാളി തന്നെയാണോ തിരിച്ചെത്തിച്ചത് എന്നതിലാണ് ശാസ്ത്രീയ പരിശോധന. ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് നൽകുമ്പോൾ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി അന്വേഷണ സംഘം അറിയിക്കും. അതേസമയം കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാറിന് കുരുക്ക് മുറുകുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ A. പത്മകുമാർ നിർബന്ധിച്ചെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് ദേവസ്വം ജീവനക്കാർ മൊഴി നൽകിയത്. കേസിലെ FIR ആവശ്യപ്പെട്ട ED നൽകിയ ഹർജി ചീഫ് ജസ്റ്റിസിന്റെ പരിഗണനയ്ക്ക് വിട്ടു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 സന്നിധാനം. ഇനി ശബരിമല വാർത്തകൾ. ശരണം സന്നിധാനം. ശരണം സന്നിധാനം co-sponsored by BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. വൃശ്ചികമാസ പുലരിയിൽ ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നതു മുതൽ മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിരയായിരുന്നു. 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തിയെന്നാണ് കണക്കുകൂട്ടൽ. വൃശ്ചിക പുലരിയിൽ അയ്യപ്പനെ കാണാൻ തീർത്ഥാടകരുടെ ഒഴുക്കായിരുന്നു ശബരിമല സന്നിധാനത്തേക്ക്. പുതിയ മേൽശാന്തിയായി ചുമതലയേറ്റ ED പ്രസാദ പുലർച്ചെ 3 മണിക്ക് നട തുറന്നു. പതിനെട്ടാം പടിയും നടപ്പന്തലും കടന്ന് മരക്കൂട്ടം വരെ തീർത്ഥാടകരുടെ നീണ്ട നിര. വെർച്വൽ ക്യൂ വഴിയുള്ള 70,000 തീർത്ഥാടകർ ഉൾപ്പെടെ 1 ലക്ഷത്തോളം തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ കാനനപാത തുറന്നതോടെ സത്രം വഴിയും തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിത്തുടങ്ങി. ഭക്തരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കാണ് പരിഗണനയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ. തീർത്ഥാടകരുടെ അടിസ്ഥാന സൗകര്യം, സുരക്ഷിതത്വം, ശുചിത്വം, പിന്നെ സുതാര്യത ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. സുതാര്യതയുണ്ടോ, സുരക്ഷിതത്വമുണ്ടോ, ശുചിത്വമുണ്ടോ, ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുള്ളത്, അത് കുറ്റമറ്റതാണോ, ആ ക്രമീകരണങ്ങളിൽ വല്ല വിള്ളൽ ഉണ്ടായിട്ടുണ്ടോ, ഇതൊക്കെ പരിശോധിക്കും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സന്നിധാനത്ത് അവലോകന യോഗം ചേർന്നു. തിരക്ക് വർദ്ധിച്ചതോടെ പമ്പയിൽ നിന്ന് നിയന്ത്രണങ്ങളോടെയായിരിക്കും ഭക്തരെ കയറ്റിവിടുക. 24 സന്നിധാനം. തിരുവനന്തപുരം നഗരത്തിൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തി പേരൂർക്കട സ്വദേശി ബാൽ അലനാണ് കൊല്ലപ്പെട്ടത്. വിവരങ്ങളുമായി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ഷഫീദെ, ഇത്തരത്തിലുള്ള അക്രമ വാർത്തകൾ തിരുവനന്തപുരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പല സമയത്തും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. വിവരങ്ങൾ. കൃഷ്ണന് അല്പസമയം മുൻപാണ് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഒരു കൊലപാതകം നടക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. തിരുവനന്തപുരം നഗരത്തിലെ തൈക്കാട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്തെ ശാസ്താ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഈ കൊലപാതകം നടന്നതെന്നതാണ് പോലീസ് പ്രാഥമികമായി അറിയിക്കുന്ന വിവരം. മാത്രമല്ല, ഇതിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പേരൂർക്കട സ്വദേശിയായിട്ടുള്ള അലനാണ് കൊല്ലപ്പെട്ടതെന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഇയാളുടെ മൃതദേഹം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അല്പസമയം മുൻപ് ഈ തൈക്കാട് ശാസ്താ ക്ഷേത്രത്തിലെത്തിയ അലനെ കാണാൻ 2 പേർ വന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അതിലൊരാൾ നെഞ്ചിൽ കുത്തി അലനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം. മാത്രമല്ല, ഇക്കാര്യത്തിൽ ഈ കസ്റ്റഡിയിലെടുത്ത ആളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അലനുമായി മുൻവൈരാഗ്യമുള്ളയാൾ നടത്തിയ കൊലപാതകം എന്നുള്ളതാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന സൂചന. ഇതിന്റെ വിവരങ്ങളാണ് പോലീസ് ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയായിരുന്നു സംഭവം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പോലീസ് വിവരശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസാണ്
അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. ഈ കുത്തിയാളുടെ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. കുത്തിയാൾ തൈക്കാട് സ്വദേശിയാണ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. അതേസമയം ഈ അലൻ നിലവിൽ ഇപ്പോൾ പെരുവിക്കടയാണെങ്കിലും അദ്ദേഹം പുത്തൻതോപ്പ് സ്വദേശിയാണ് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. ഈ തൈക്കാട് ശാസ്താക്ഷേത്രം വലിയ ആൾത്തുരക്കുള്ള ഒരു സ്ഥലമാണ്. ആ നഗരത്തിൽ ഈ ആളുകളൊക്കെ ഉള്ള സമയത്ത് ഇങ്ങനെ നടന്നൊരു കൊലപാതകം, അതിന്റെ ഞെട്ടൽ സ്വാഭാവികമായും ആ പരിസരത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇനി ഇക്കാര്യത്തിൽ എന്തിനായിരുന്നു കൊലപാതകം എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടെത്തണം. ആരാണ് കൊലപാതകി എന്നുള്ള കാര്യവും കണ്ടെത്തണം. തൈക്കാട് സ്വദേശിയായിട്ടുള്ള ഒരാളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇയാൾ എന്താണ് ഇതിന്റെ മോട്ടീവ് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം നഗരത്തിൽ നഗരഹൃദയത്തിലെ പ്രധാന ഭാഗത്താണ് ഇപ്പോൾ ഈ കൊലപാതകം സംഭവിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരം നഗരഹൃദയ ഭാഗത്തിൽ പട്ടാപ്പകലാണ് യുവാവ് കുത്തേറ്റ് മരിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടിയിരിക്കുന്നു. പ്രാഥമിക വിവരങ്ങളാണ് ഇപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഇനി തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ UDF സ്ഥാനാർത്ഥി വൈഷ്ണവ് സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയത് നീതികേടെന്ന് ഹൈക്കോടതി. വൈഷ്ണവ് സുരേഷ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം. സാങ്കേതികത്വത്തിന്റെ പേരിൽ വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടരുതെന്ന് കോടതി വ്യക്തമാക്കി. 24-കാരി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനെത്തുമ്പോൾ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് കോടതിയുടെ ആദ്യ ചോദ്യം. വെറും രാഷ്ട്രീയം കളിക്കരുത്. മറ്റെല്ലാ രേഖകളിൽ വൈഷ്ണയുടെ വിലാസം ഒന്നാണ്. കേവലം സാങ്കേതികത്വം പറഞ്ഞ് സ്ഥാനാർത്ഥിത്വം നിരസിക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് കോടതി പറഞ്ഞു. 19-ാം തീയതിക്ക് മുമ്പ് വിഷയത്തിൽ തീരുമാനമെടുക്കണമെന്നും കോടതി നിരീക്ഷണത്തിൽ വൈഷ്ണയുടെ പ്രതികരണം ഇങ്ങനെ. അനുകൂലമായിട്ടൊരു വിധി വരും തന്നെയാണ് പ്രതീക്ഷ. കാരണം സത്യം ജയിക്കും എന്നുള്ളതാണല്ലോ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത്. അപ്പോൾ ആ രീതിക്ക് നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ട്. വൈഷ്ണയുടെ വോട്ട് വെട്ടിയതിന് പിന്നിൽ CPIM-ന് പങ്കില്ലെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് MLA. മുട്ടടയിലെ വോട്ട് ഇല്ലാതായതുമായി ബന്ധപ്പെട്ട് CPIM-ന് ഒരു പങ്കും അക്കാര്യത്തിൽ ഇല്ല. ഇവർ പറയുന്ന വീട് ഇവരുടെ സ്വന്തമായ വീടല്ല. ആ വീട്ടിന്റെ ഉടമസ്ഥൻ ഇന്ത്യക്ക് പുറത്താണ്. മുട്ടട ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ്. കേസിൽ പരാതിക്കാരനെ കക്ഷി ചേർത്തിട്ടുണ്ട്. വൈഷ്ണയുടെ ഹർജി 20-ാം തീയതി വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. തിരുവനന്തപുരം നെടുമങ്ങാട് നഗരസഭയിൽ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിന്റെ പേരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മഹിളാ മോർച്ച നേതാവിന് സീറ്റ് നൽകി BJP. പനങ്ങോട്ടേല വാർഡിൽ ശാലിനി സനിൽ മത്സരിക്കും. അതേസമയം തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയ RSS പ്രവർത്തകൻ ആനന്ദ് K. തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള BJP RSS നേതാക്കളെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെടുമെന്ന ആശങ്കയിലും പ്രാദേശിക RSS നേതാക്കൾ മോശമായി ചിത്രീകരിച്ചതിന്റെ മനോവിഷമത്തിലും കഴിഞ്ഞ ദിവസമാണ് മഹിളാ മോർച്ച നേതാവ് ശാലിനി സനിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത്. വാർഡിൽ ശാലിനിക്ക് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നുവെന്ന സൂചനകളുണ്ടായിരുന്നു. സംഭവം വിവാദമായതോടെ കൂടിയാലോചനകൾക്ക് ശേഷം പനങ്ങോട്ടേല വാർഡിൽ ശാലിനിയെ BJP സ്ഥാനാർത്ഥിയാക്കി. അതറിഞ്ഞത് സന്തോഷമുണ്ട്. എന്നെ അറിയുന്ന എൻ്റെ പാർട്ടി പ്രവർത്തകരും എന്നെ അറിയുന്ന എൻ്റെ സംഘ സുഹൃത്തുക്കളും എന്നോടൊപ്പം കാണുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. അതേസമയം സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൽ തിരുവനന്തപുരം തൃക്കണ്ണാപുരത്ത് ജീവനൊടുക്കിയ ആനന്ദ് K. തമ്പിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുള്ള RSS BJP നേതാക്കളെ ചോദ്യം ചെയ്തേക്കും. മന്ത്രി V. ശിവൻകുട്ടിയും CPIM നേതാക്കളും ഇന്ന് ആനന്ദിന്റെ വീട്ടിലെത്തി. 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള LDF-ന്റെ പ്രകടന പത്രിക പുറത്തിറക്കി. കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. തെരുവ് നായ്ക്കളെ പാർപ്പിക്കാൻ തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ പ്രത്യേക സങ്കേതമുണ്ടാക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. അതിദാരിദ്ര്യം ഇല്ലാതാക്കുകയെന്ന നേട്ടം കൈവരിച്ചതിനു പിന്നാലെയാണ് കേവല ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന വാഗ്ദാനം LDF മുന്നോട്ട് വെക്കുന്നത്. അതിദരിദ്ര വിഭാഗത്തിന് മുകളിലുള്ള വിഭാഗമാണ് കേവല ദാരിദ്ര്യം അനുഭവിക്കുന്നവർ. അവരെ കണ്ടെത്തി മൈക്രോ പ്ലാനുകൾ വഴി ലക്ഷ്യം കൈവരിക്കുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്. അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ശ്രദ്ധേയമായ പ്രവൃത്തി നിർവഹിച്ചിട്ടുള്ളത്. തുടർന്ന് അങ്ങോട്ട് പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെയുള്ള ഏറ്റവും ദരിദ്ര ജനവിഭാഗങ്ങൾ ജീവിത നിലവാരം ഉയർത്തുന്നതിനു വേണ്ടി, ദാരിദ്ര്യം തന്നെ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഉള്ള ശ്രമം വരുന്ന 5 വർഷക്കാലം കൊണ്ട് നമ്മൾ നേടും. തെരുവ് നായ്ക്കളെ തുറന്നുവിടാതെ സംരക്ഷിക്കണമെന്ന സുപ്രീംകോടതി നിർദ്ദേശത്തിന് ചുവടുപിടിച്ചുള്ള വാഗ്ദാനങ്ങളും LDF-ന്റെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്.
തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ തെരുവ് നായകളെ കൂട്ടമായി പാർപ്പിക്കാൻ സങ്കേതങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വാഗ്ദാനം. 5 വർഷം കൊണ്ട് 20 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50%, സംസ്ഥാനത്തെ പോഷകാഹാര സംസ്ഥാനമാക്കും, വരുമാനദായകമായ പദ്ധതികൾക്ക് വേണ്ടി വായ്പ എടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി തുടങ്ങിയ വാഗ്ദാനങ്ങളും LDFന്റെ പ്രകടന പത്രികയിലുണ്ട്. ലഹരിക്കെതിരായ പ്രചാരണം തദ്ദേശ സ്ഥാപനങ്ങളും ഏറ്റെടുക്കുമെന്നതാണ് പ്രകടന പത്രികയിലെ മറ്റൊരു ശ്രദ്ധേയമായ വാഗ്ദാനം. 24 തിരുവനന്തപുരം. അത്യപൂർവ രോഗത്തിനുള്ള ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗം. പെട്ടെന്നുണ്ടായ നടുവേദനയും കാലിന് തളർച്ചയുമായി ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ട 55-കാരിയായ കായംകുളം സ്വദേശിനിക്ക് സുഷുമ്നാ നാഡിയിൽ അമിത രക്തസ്രാവം കണ്ടെത്തുകയായിരുന്നു. ഇത് അത്യപൂർവമായി സംഭവിക്കുന്ന സ്പോണ്ടേനിയസ് സ്പൈനൽ എപ്പിഡ്യൂറൽ ഹീമറ്റോമ ആണെന്ന് മനസ്സിലാക്കിയ ഡോക്ടേഴ്സ് അടിയന്തര ശസ്ത്രക്രിയ നിർദ്ദേശിക്കുകയായിരുന്നു. സർജറിയിലൂടെ ബ്ലഡ് ക്ലോട്ട് പുറത്തെടുത്ത് തളർച്ചയിൽ ിലേക്ക് പോകാതെ രോഗിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്ന് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ കൺസൾട്ടന്റ് ന്യൂറോ സർജൻ ഡോക്ടർ ശ്രീനാഥ് PR പറഞ്ഞു. അനസ്തേഷ്യ വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ നവീൻ പിള്ള, കൺസൾട്ടന്റ് ഡോക്ടർ രശ്മി മേനൻ, ഡോക്ടർ ഗിഫ്റ്റി അലക്സാണ്ടർ എന്നിവരും ശസ്ത്രക്രിയയുടെ ഭാഗമായി. തലച്ചോറിലെ രക്തസ്രാവം, തലയിലേൽക്കുന്ന ഗുരുതര പരിക്കുകൾ എന്നിവയ്ക്കുള്ള ചികിത്സയ്ക്കായി അത്യാധുനിക ന്യൂറോ സർജിക്കൽ സെന്റർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ റവറന്റ് ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ അറിയിച്ചു. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. ബീഹാറിൽ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തന്നെ പുതിയ NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ വ്യാഴാഴ്ച. തേജസ്വി യാദവിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്ത് RJD നിയമസഭാ കക്ഷിയോഗം. എറണാകുളം ജില്ലാ പഞ്ചായത്ത് കീഴ്മാട് ഡിവിഷനിൽ വ്യവസായി മുക്താറിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധം. ജില്ലയിലെ നേതാക്കൾ AICC KPCC നേതൃത്വത്തെ പരാതി അറിയിച്ചു. ജില്ലാ പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പുനഃപരിശോധിക്കുമെന്ന് KPCC നേതൃത്വം. കശ്മീരി കോർപ്പറേഷൻ അഴിമതി കേസിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. INTUC നേതാവ് R ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നിഷേധിച്ച സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നെന്ന് ഹൈക്കോടതി. സൗദി അറേബ്യയിൽ ഉംറ തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് തീപിടിച്ച് ഇന്ത്യക്കാർ ഉൾപ്പെടെ 45 പേർ മരിച്ചു. അപകടത്തിൽ മരിച്ചവരിലധികവും ഹൈദരാബാദിൽ നിന്നുള്ളവർ. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ജ്യോതി ബാബുവിന് ജാമ്യം നൽകാനാകില്ലെന്ന് സുപ്രീംകോടതി. വിചാരണ കോടതി രേഖകൾ വിളിച്ചുവരുത്തി ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.